ആ അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി മോളെ. ആ കുറച്ചുപേരൊക്കെ വന്നു തുടങ്ങി. ആണോ? അമ്മയ്ക്കറിയാലോ ഇവിടുത്തെ ആൾക്കാരെ. വൈകുന്നേരം വരെ ഓരോ കാരണം പറഞ്ഞ് വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കും. സന്ധ്യ ആവുമ്പോ കുഞ്ഞുകുട്ടി പരാതികളൊക്കെയായി ഒരു ഗ്രൂപ്പ് മാർച്ചാ. അതെ, രാത്രി അത്താഴമൊക്കെ കഴിച്ച് സുഖമായിട്ട് പോയി കിടന്നുറങ്ങാലോ. എല്ലാരും വരുന്ന ഒരേ സമയത്താ. അതെ അതെ. ഓ, ഇപ്പൊ 4 മണി കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ അമ്മ മുന്നിൽ ഒന്ന് സ്വീകരിക്കേണ്ട ആളല്ലേ. അച്ഛനും രവി മാമയും ആ ഗോവിന്ദ മാമയൊക്കെ അവിടെ ഉണ്ട്. ആണോ? ദേ, അമ്മയ്ക്ക് തലയിൽ വെക്കാനുള്ള മുല്ലപ്പൂവാ. രമേശ് ചേട്ടനെ വിട്ട് ഞാൻ സ്ലൈഡും പിന്നും ഒക്കെ വാങ്ങിച്ചു. അത് നന്നായി. പിന്നെ എത്ര വാങ്ങിച്ചാലും ഒരുങ്ങാൻ നോക്കുമ്പോ ഒന്നും കാണില്ല. പിന്നെ 10 പിന്നെടുക്കുമ്പോ ഒരെണ്ണേ ശരിയാവുള്ളൂ. ഇപ്പോഴത്തെ പിന്നെ ഒന്നും കൊള്ളൂലെന്നേ. മോനയ്ക്കൊന്നും ഒരു മൂർച്ചയില്ല. അതെ, ദേ ഞാനിപ്പൊ തന്നെ 4 പിന്നാ കുത്തിയെ, എന്നിട്ട് ഒരെണ്ണ ശരിയായേ. അയ്യോ അതെ, നിന്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? മുഖം വീർപ്പിച്ചെന്നാണോ ഇരിക്കുന്നേ? നീ അറിഞ്ഞോ, ഞങ്ങൾ ഇന്നലെ 1-2 പറഞ്ഞ് വഴക്കായി. ഞാൻ നല്ല മറുപടി കൊടുത്തു. എനിക്ക് തന്ന ആ 1000 പറയിലെ പഴയ ആഭരണപ്പെട്ടിയല്ലേ, ആ വൈഡൂര്യമാല ഉൾപ്പെടെ അതിലുള്ള എല്ലായിടത്തും ആ ചാരുവിന് കൊണ്ട് കൊടുത്തിരിക്കുക. അയ്യോ, അതും എന്നോടൊരു വാക്ക് പോലും പറയാതെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ബാലമാഷും ഒരു ചാരുമോളും എല്ലാം അങ്ങേർക്ക് അങ്ങേരുടെ മരുമോൾക്ക് കൊടുത്താലേ ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞ വന്ന് കേറുന്നതിന് മുമ്പ് ഇങ്ങനെയായ അങ്ങോട്ട് എങ്ങനെയായിരിക്കും? അമ്മ ചാരുവിനോട് ചെയ്തതെല്ലാം ഏറ്റു പറഞ്ഞു എന്നാണല്ലോ അനു എന്നോട് പറഞ്ഞേ. ഏട്ടൻ അവളെ സിനിമയിലൊക്കെ പോലെ വാരിയെടുത്ത് ചുറ്റിക്കറക്കുന്നത് അമ്മ കണ്ടല്ലേ. ഏട്ടൻ എന്തായാലും ചാരുവിന്റെ ചൂണ്ടയിൽ കൊത്തിക്കഴിഞ്ഞു. അവള് പിന്നെ കുഴപ്പക്കാരിയല്ലാത്തോണ്ട് പേടിക്കാനില്ല. ആരടി പറഞ്ഞ കുഴപ്പക്കാരിയല്ലാന്ന്? കാന്താരി അവള്. അതെ, അവളെ കണ്ടാലിങ്ങനെ പഞ്ചപാവാണെന്നൊക്കെ തോന്നും. എന്നാലും അവളീ വീട്ടിൽ വന്ന് കേറുന്നതൊക്കെ അവന് നല്ലതേ വരത്തുള്ളൂ. അവന്റെ ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതിന് കുറച്ച് തന്റെ ഇടമുള്ള ഒരു പെണ്ണൊക്കെ വേണം. ഇനി എന്തായാലും അവന്റെ പിത്തലാട്ടമൊന്നും നടക്കാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസാ. അവനെ കുറിച്ചായിരുന്നു എന്റെ ആദ്യം മുഴുവൻ. എന്തായാലും അതങ്ങ് മാറിക്കിട്ടി. ഇനി നിന്റെ പായ്പാടൻ കൂടെ ഒന്ന് രക്ഷപ്പെടണം. അത് പിന്നെ നീ വിചാരിച്ചതൊന്നും നടക്കില്ല. ആര് പറഞ്ഞമ്മേ? രമേശ് ചേട്ടനൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ രമേശ് ചേട്ടന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എടി, എന്നിട്ടാണോ അടുത്ത സ്ഥാനാർത്ഥി എന്നും പറഞ്ഞ് ഈ നാട് മുഴുവൻ ഫ്ലെക്സും വെച്ചോണ്ട് നടക്കുന്നത്? അവൻ നന്നായ നിങ്ങൾക്ക് കൊള്ളാം. അല്ല, അദ്ദേഹം ഇതുവരെ എഴുന്നള്ളിയില്ലേ? വന്നിട്ട് വീണ്ടും പോയതമ്മേ. ദാ ഈ പോക കൊണ്ടുവന്നേ രമേശ് ചേട്ടനല്ലേ. ചാരുവിന്റെ അമ്മയുടെ ഫോട്ടോയിലിടാനേ മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് രമേശ് ചേട്ടനാ. പാവം ചാരു. ഇന്നലെ കണ്ടില്ലേ അവളുടെ അച്ഛൻ കള്ളക്കളിയൊക്കെ പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയത്? അമ്മ കണ്ടതല്ലേ. എടുത്ത വയലെ ചാരു പറഞ്ഞു അങ്ങ് പൊക്കോളെ. ഇത്രയും കാലം ആ ശാന്തപ്പ മാമന്റെയും കുഞ്ഞുമോൾ ആന്റിയുടെയും കൂടെ ഈ ചാരു എങ്ങനെയാണ് ആ വീട്ടിൽ കഴിഞ്ഞതെന്തോ. എന്തേ, അരവിന്ദനെ കൂടാതെ നിനക്കും തോന്നി തുടങ്ങിയോ അവളെ പൊക്കിയെടുത്തോണ്ട് നടക്കാൻ? അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു സഹായം വേണം. എടി, എനിക്ക് നീ വന്നപ്പോഴേ തോന്നി എന്തോ ഒരാവശ്യം കണ്ടിട്ടുള്ള വരവാണെന്ന്. അതിരിക്കട്ടെ, എന്താ ഇപ്പോഴത്തെ ആവശ്യം? പറ. രമേശ് ഏട്ടൻ പറഞ്ഞേ ഞാൻ അറിഞ്ഞതാ. ശാന്തപ്പ മാമന്റെ കള്ളി ഷാപ്പിന് മുന്നിലേ ഒരു പുതിയ കാർ അലങ്കരിച്ചിട്ടുണ്ടെന്ന്. അതിന്? എടി, അവൻ അങ്ങനെ പല കോലവും കാണിക്കും. എടി, അവൻ ആ 50 പവൻ ആ ബാബുക്കുട്ടനെ പറ്റിച്ചുണ്ടാക്കിയില്ലേ, അത് വിറ്റ് കാറ് വാങ്ങിച്ചതായിരിക്കും. എന്റെ ഈശ്വര, ഞാൻ ഇനി അതിന്റെ പൊങ്ങച്ചും കൂടെ കാണണമല്ലോ. നാശം. അതൊന്നും അല്ലമ്മേ, ചാരുന് കല്യാണ സമ്മാനായിട്ട് ആ കാർ കൊടുക്കാനാണ് ശാന്തപ്പ മാമന്റെ ഉദ്ദേശം. ഹൽദിക്ക് വന്ന് ആകെ നാണം കെട്ട് എന്നെ കേട് നിൽക്കാനെന്നാ രമേശ് ഏട്ടൻ പറഞ്ഞ. എടി, അവൻ ഇനി കാറിലല്ല ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയാലും അവൻ കൊലപ്പുള്ളി എന്നുള്ള പേര് മാറാൻ പോകുന്നില്ലല്ലോ. അതുമല്ല, കാറല്ല എയ്റോപ്ലെയിൻ കൊണ്ട് കൊടുത്താലും ചാരുകൊച്ചമ്മ സ്വീകരിക്കാനും പോകുന്നില്ലല്ലോ. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നെങ്കിൽ വാങ്ങിക്കാന്ന് കരുതി ഞാൻ ഇന്നലെ ആ 50 പവന്റെ കാര്യം എടുത്തിട്ടത് പോലും അതുകൊണ്ടാ. ആ സ്വർണ്ണമെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. എടി, ആ ബാബുക്കുട്ടന്റെ കാശ് കൊണ്ട് വാങ്ങിച്ചതായിട്ട് പോലും അവൻ അത് എടുത്തോണ്ട് പോയി റോൾഡ് ഗോൾഡ് വാങ്ങിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ?
അമ്മേ, അമ്മ ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേക്ക്. അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ആ കാർ വാങ്ങിയിട്ടേ ഞങ്ങൾക്ക് തരാൻ പറ. അമ്മ പറഞ്ഞാലേ ചാരു കേക്കുള്ളൂ. ഒന്നാമതേ ആ ആഭരണപ്പെട്ടി അച്ഛൻ അവൾക്ക് കൊടുത്തതില് ചാരുവിന് കുറച്ച് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് ചോദിക്കില്ല. ചോദിച്ചാലും അവൾ ആ കാർ മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നിനക്ക് തന്നെ അവളോട് ചോദിക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ ചാരു അത് കേക്കും തോന്നുന്നില്ല അമ്മേ. അമ്മ പറഞ്ഞ കേക്കും. നീ ഒന്ന് സമാധാനപ്പെട്. അമ്മയൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് ആ കാർ അമ്മ വാങ്ങിച്ചു തന്നാ പോരെ? എന്റെ മൂത്ത മോന് കിട്ടുന്നത് പോലെ തന്നെ നിനക്കും എല്ലാം കിട്ടണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അതിനിടെ കയറി ആ ചാരുവിന് എല്ലാം എടുത്തു കൊടുക്കുന്ന നിന്റെ അച്ഛന്റെ വിശാല മനസ്സുണ്ടല്ലോ, അതിനോട് മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ. ആ പിന്നെ ശാന്തപ്പൻ കാറ് കൊണ്ടുവരുവാണെങ്കിൽ അമ്മ അത് നിനക്ക് വാങ്ങി തന്നിരിക്കും. പിന്നെ തൽക്കാലം ഇത് ആരോടും പോയി എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? നല്ല അമ്മ. താങ്ക് യു വെരി മച്ച്. ഐ ലവ് യു. കിണുങ്ങാതെ പോ. ചെല്ല് ചെല്ല്. ശരി. വാ. എന്താ മോളെ? അമ്മായി, എനിക്ക് ആഭരണങ്ങളൊന്നും വേണ്ട. അയ്യോ, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഇത് പരമ്പരയായിട്ട് ആയിരപ്പറയിലെ മൂത്ത മരുമക്കൾക്ക് കൈമാറുന്നതല്ലേ? മോളത് വേണ്ടാന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ? അതല്ല അമ്മായി, എനിക്ക് ആഭരണങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ലാന്ന് അമ്മായിക്ക് അറിയാലോ. പക്ഷേ മോൾക്കിത് എന്നും ഇട്ടോണ്ട് നടക്കണ്ടല്ലോ. കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ടല്ലേ ഞങ്ങളിത് മോക്ക് തന്നത്. മോളെ, ഇത് മോള് സൂക്ഷിച്ചു വെച്ചിരുന്നാ മതി. അല്ലെങ്കിൽ മോളെ, എല്ലാ ദിവസവും ഇതുപോലുള്ള ആഭരണങ്ങളൊക്കെ ഇട്ട് ആരാ നടക്കുന്നേ? ഞാൻ ഇവിടുത്തെ മൂത്ത മരുമോളായിട്ട് വന്നപ്പോ എനിക്ക് തന്ന ആഭരണങ്ങളാ ഇതൊക്കെ. ഇപ്പൊ ഈ വീട്ടിലെ ആദ്യത്തെ മരുമോള് മോള് തന്നെയാ.